ഹായ് ഹലോ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ടൊബോഗാൻ ഹിൽ പാർക്കിനെ കുറിച്ചാണ്. ഏകദേശം സിഡ്നിയിൽ നിന്ന് 2.5 മണിക്കൂർ ദൂരമാണ് ഈ ഒരു ടൊബോഗാൻ ഹിൽ പാർക്കിലേക്ക് പോകുവാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ടും പോകാൻ പറ്റിയൊരു നല്ലൊരു ഹിൽ പാർക്കാണ്. ഇതിന് ഏകദേശം എൻട്രി ഫീസ് വരുന്നത് 4 to 7 years ഓൾഡ് ആണെങ്കിൽ 12ഉം, അതുപോലെ തന്നെ അഡൽസിന് 15 ആണ്. 15 ഡോളേഴ്സിന് നമുക്ക് ഒരു റൈഡ് ടിക്കറ്റ്സും ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് ഫുള്ള് കറങ്ങാനുള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പ് പാസ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്സ്. ഗ്രൂപ്പ് പാസുകൾക്കാണ് മെഗാ ഗ്രൂപ്പ് പാസ്, സൂപ്പർ ഗ്രൂപ്പ് പാസ്, സ്പെഷ്യൽ ഗ്രൂപ്പ് പാസ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമ്മൾക്കിതിൻ്റെ പാസ് എടുക്കാൻ പറ്റും. നമ്മൾ ഏതാണോ അത് പർച്ചേസ് അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് റൈഡുകൾ യൂസ് ചെയ്യാം. ഇവിടെ മെയിനായിട്ട് ഒത്തിരി റൈഡുകളുണ്ട്. റിയലി കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഏജ് ഗ്രൂപ്പ് ഓഫ് മേ ബി ലൈക്ക് 4 to 15 years ഓൾഡുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈവൻ നമുക്ക് അഡൽസിനും ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. അഡൽസ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ നമുക്ക് പറ്റുന്നത് സൂം ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റീൽ ട്രാക്കുണ്ട്. അത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും തന്നെ ഈ റോക്ക് ക്ലൈമ്പിങ്ങിൽ കയറിയായിരുന്നു. അതൊരു വളരെ ഒരു ഫൺ ആക്ടിവിറ്റീസാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള റോക്സുകളുണ്ട്. അത് ഓരോ നമുക്ക് ഈസി ആയിട്ടുള്ളതുണ്ട്, മീഡിയം ലെവല് ഈസി ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ളതുണ്ട്. നമുക്ക് പലപ്പോഴും ഈവൻ അഡൽസുകളും പല ഈ റോക്സിൽ കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. I think it is a really a good opportunity for the kids to spend some holiday time over here. ഈ റോക്ക് ക്ലൈമ്പിംഗ് വാസ് റിയലി അമേസിങ്. നമുക്ക് ഏത് ലെവൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം എൻ്റെ മക്കൾ പൊന്നും ചിന്നും അതുപോലെ തന്നെ ജിഷയുടെ കുട്ടികളും എല്ലാവരും ഇതിനകത്ത് മെയിനായിട്ട് ഇത് കയറുകയും അതുപോലെ തന്നെ അവർ ദേ കുഡ് ഏബിൾ ടു റിയലി എൻജോയ് ദിസ് വൺ. ഇതെല്ലാം റോക്ക് ക്ലൈമ്പിൻ്റെ ഓരോ വീഡിയോസുകളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ആൾക്കാരുള്ളതുകൊണ്ട് ഹോൾ സെറ്റ് ഓഫ് വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇത് ജൊഹാനും ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഇതായിരുന്നു. റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ഇതാണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. താനും ഒരു അഡ്വഞ്ചറസ് ടൈപ്പാണ്. സ്റ്റാഫുകൾ എപ്പോഴും അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ടും നമ്മളെ ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പൊന്നുമൊക്കെ വെരി ഹാർഡായിട്ട് തന്നെ ട്രൈ ചെയ്ത് കയറുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞങ്ങൾ നാട്ടിൽ പണ്ട് ലുലുവിൽ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ലുലുവിൽ അവിടെ കണ്ടായിരുന്നു നമ്മൾ റോക്ക് ക്ലൈമ്പിങ് ചെയ്തല്ലാതെ നമുക്ക് അധികം ഇതിനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഏരിയ ഒരു ഗോൾഫ് ഏരിയ ആണത്. അവിടെ ഗോൾഫ് കളിക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈവൻ അണ്ടർ 5 years ഉള്ളവർക്ക് ഇങ്ങനെ ജമ്പിങ്ങിൻ്റെ ഒത്തിരി അത്യാവശ്യം വലുതാണ് ഉള്ള സ്ഥലമുണ്ട് അവർക്കത് ജമ്പിങ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ഓരോ റൈഡ്സിലും ഓരോ പ്രാവശ്യം കയറുമ്പോഴും നമുക്ക് ആ ഒരു റൈഡ് ടിക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഒരു പ്രാവശ്യം ഇത് ക്ലൈംബ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഒരു ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റിൻ്റെ ചാർജ് ഇൻക്ലൂഡഡ്. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മെഗാ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ഒരു ക്ലൈംബ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് എൻ്റർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ ഒരു ക്ലൈമ്പിൻ്റെ ഒരു മുകളിലായിട്ടൊരു ചെറിയൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും പ്രസ് ചെയ്തിട്ട് വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് അവിടെയുള്ളത്. പിന്നെ ടൊബോഗാൻ ഹിൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിഡ്നിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. ഒത്തിരി ദൂരമല്ല താനും.
അതുപോലെ തന്നെ ഒത്തിരി വാക്കിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിലുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് അഡൽസിനൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സൂം ഡൗൺ ലഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു 1 കിലോമീറ്റർ ഒരു സ്റ്റീൽ ട്രാക്റ്റാണ്. ഇത് എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, അതൊരു നമ്മളൊരു റൗണ്ട് ചെയ്ത് വരികയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് സാധാരണ അഡൽട്ട്സൊക്കെ മൾട്ടിപ്പിൾ ടിക്കറ്റ് എടുക്കുന്നവർ അതിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു സ്റ്റീൽ ട്രാക്കിൽ കൂടെ പോവുമായിരുന്നു ചെയ്തത്. ഇപ്പോൾ 7 ഇയേഴ്സ് ആൻഡ് അണ്ടർ ആണെങ്കിൽ പേരൻസിൻ്റെ കൂടെ അവർക്ക് ഇരുന്ന് പോകണം. പക്ഷേ 8 ഇയേഴ്സ് എബവ് ആണെങ്കിൽ ഇഫ് ദേ വോണ്ട് ദേ ക്യാൻ ജസ്റ്റ് ചൂസ് റൈഡ്, അവർക്ക് തന്നെയായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കിഡ്സിന് റൈഡ് ചെയ്യാനുള്ള കാർ റൈഡിങ്ങിനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെ റൈഡ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ജെയ്തനും ജോയലുമാണ് മെയിനായിട്ട് ഇതിലേക്ക് കയറിയത്. അവർ രണ്ടുപേരും റിയലി എൻജോയ് ചെയ്ത് കുറേ സമയം അവർക്ക് അതിലൊരു സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു ആക്ടിവിറ്റീസ് ആയിരുന്നു സ്കേറ്റിംഗ് ചെയ്യാന്നുള്ളത്. നമുക്ക് അതിനുള്ള സ്കേറ്റിങ്ങിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ അവിടെ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. അത് കഴിഞ്ഞ് റോളർ സ്കേറ്റിംഗ് ചെയ്യാനുള്ള ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര സമയം വേണം, ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ലായിരുന്നു, എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ആ ഒരു റോളർ സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീഡിയോ കാണുന്ന പോലെ ആ ഒരു ജമ്പിങ് ജാക്സ് പോലത്തെ ട്രംപോളിങ് ഉണ്ടായിരുന്നു, എത്ര ഹൈയിൽ വരെ പോകാനായിട്ടുള്ളത്. പക്ഷെ അവിടെ നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല. നമ്മൾ സ്കേറ്റിങ്ങിൻ്റെ അവിടെ നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ബോൾ പാസിങ്, അങ്ങനെ ബോൾ പാസ് ചെയ്യാനുള്ള അഡൽട്ട്സിനൊക്കെ ചെയ്യാനുള്ള ഓരോ സംഭവങ്ങൾ, അങ്ങനെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉള്ളൊരു ഏരിയ ആണത്. ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാനായിട്ടും ഒത്തിരി കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു 1 ഡേ, ഈവൻ നമുക്ക് മോസ്റ്റ്ലി ഒരു 5 hours അല്ലെ 4 to 5 hours നമുക്ക് അവിടെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ടൊബാഗോ ഹിൽ പാർക്കിൽ അവിടെ ചെറിയൊരു റീഫ്രഷിനുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട്. നമുക്ക് ഒത്തിരി വലിയൊരു ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ചെറിയൊരു റീഫ്രഷിങ് ഏരിയ ഉണ്ട്. I hope really enjoyed. We'll see you later. Thank you.